അട്ടപ്പാടി കാററ സ്കൂളിൽ ഉച്ചഭക്ഷണത്തിനായി വിഷരഹിത ചീര ഉൽപ്പാദിപ്പിക്കുന്ന 3ാം ക്ലാസ്സുകാരൻ കുട്ടി കർഷകൻ അഭിനന്ദിന്റെ ചീരത്തോട്ടം കാണാം. കർഷകൻ അഭിനന്ദ് വലിയ ജോലി തിരക്കിലാണ്. സ്കൂൾ വിട്ടുവന്നാൽ നേരെ കൃഷിത്തോട്ട പരിപാലനത്തിന് ചേട്ടൻ അരവിന്ദിനെയും കൂട്ടിയിറങ്ങും. കുട്ടികൾ മുഴുവൻ സമയവും ഫോണിൽ കളിക്കാതിരിക്കാൻ അച്ഛൻ പ്രേമൻ കണ്ടെത്തിയ വഴിയാണ് ഈ കുട്ടിത്തോട്ടം. നമ്മുടെ കുട്ടികൾക്ക് പുതിയ കാലഘട്ടത്തിൽ എല്ലാവരും മൊബൈൽ ഫോണിൻ്റെ അഡിക്റ്റാണ്. അപ്പം അതിനൊരു ശമനം കാണാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായും ഞാൻ ശ്രദ്ധിച്ചത്. അപ്പം മക്കൾ സ്കൂൾ വിട്ട് വീട്ടിൽ വരുന്ന നേരത്ത് കുറച്ച് സമയമെങ്കിലും ഫോണിൻ്റെ ഇതിൽ നിന്ന് മാറി ശ്രദ്ധയിൽ നിന്ന് മാറി മറ്റ് കാര്യങ്ങൾക്ക് ഏർപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് പ്രോത്സാഹിപ്പിച്ചത്. കൂടാതെ നല്ല പച്ചക്കറികളും വീട്ടിലേക്കായാലും സ്കൂളിലേക്കായാലും കിട്ടുമല്ലോ എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. പഠനത്തോടൊപ്പം കൃഷി അറിവും നേടിയ അഭിനന്ദ് നേടിയ അറിവുകൾ വീട്ടുവളപ്പിൽ ഫലപ്രാപ്തിയിൽ എത്തിച്ചതിന്റെ സന്തോഷത്തിലാണ്. ഞങ്ങളിവിടെ ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ചീരയുണ്ട്, വഴുതനങ്ങ, മുളക്, തക്കാളി, മത്തൻ, കുറ്റിപ്പയർ, വെണ്ട, ഉരുളക്കിഴങ്ങ്, പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് തണ്ണിമത്തൻ, ഇതെല്ലാം ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ജൈവമായ രീതിയിലാണ് കൃഷി ചെയ്യണേ. ഇതിൻ്റെ വളങ്ങളായിട്ട് ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് പുറത്തു വരുന്ന സ്ലറി, പിന്നെ അതല്ലാതെ ഈ മീനിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ചേർത്ത് ശർക്കരയൊക്കെ ചേർത്ത് ഒരു 2 ആഴ്ചയൊക്കെ ഇടുമ്പോൾ ഒരു വളം വരും. അത് പിന്നെ പഴത്തൊലി അരച്ചിട്ട് അത് ഇതിൻ്റെ കൂടെ ചേർക്കും. അങ്ങനെയൊക്കെയുള്ള വളങ്ങൾ ചേർക്കും. പിന്നെ ഇതിന് കിട്ടുന്ന വിളവെടുക്കുന്ന സാധനങ്ങളൊക്കെ കാററ സ്കൂളിലോട്ട് കൊടുക്കും. ഇപ്പോൾ അവർക്കതൊരു വരുമാന മാർഗം കൂടിയാണ്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലേക്ക് വിഷരഹിത ചീര നൽകിയാണ് വരുമാനം കണ്ടെത്തുന്നത്. സ്കൂളിലെ മറ്റു കുട്ടികൾക്ക് കൂടി മാതൃകയാക്കാവുന്നതാണ് ഈ കുട്ടി കർഷകന്റെ പ്രവർത്തനം. ചീര വിറ്റ് കിട്ടുന്ന പ്രതിഫലം സൂക്ഷിക്കാനായി ഒരു കുട്ടിക്കുടുക്കയുമുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.